ചേട്ടാ 2010 ശേഷം UDF വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടൊരു മുന്നേറ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഏതാണ്ട് ജയം ഉറപ്പിച്ചു കഴിഞ്ഞു, അവര് ജയിച്ചു. അപ്പം എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും നമ്മൾ സെമി ഫൈനൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. മുന്നേ തൊട്ടേ സെമി ഫൈനൽ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എടുത്തത്. അപ്പം ഇനിയും വരുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉടനെ പുറകെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു UDFന്റെ വലിയ വിജയം എന്ന് തന്നെ പറയാം, അല്ല വലിയ മുന്നേറ്റം, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്? അതായത് ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ UDF മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ 2010 ഇതുപോലെ ഒരു വലിയ മിന്നുന്ന ജയം ഉണ്ടായത്. അതിനുശേഷം UDF അധികാരത്തിൽ കയറുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ 2015, 20 ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ കാലത്തെല്ലാം അതത് സർക്കാരുകൾ തന്നെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നു അവരൊക്കെ തന്നെ അധികാരത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണയും ഇനി എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വേറൊരു ഘടകം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഉണ്ടായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. ഇനി അവിടെ അങ്ങനെ വരുന്ന സമയത്ത് BJP കോർപ്പറേഷൻ പിടിക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിലും BJP ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതായത് ഈ പറയുന്ന വോട്ടർമാർക്ക് മാറ്റം സംഭവിക്കുന്നില്ല, വോട്ടർമാരുടെ നിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ മറ്റൊരു മുന്നണി കൂടി വരുമ്പോൾ ഈ വോട്ടെല്ലാം കൂടി പലയിടങ്ങളിലേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിൽ ഇപ്പോഴുണ്ട്. അതായത് ഇനി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കേരളക്കാർ കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ്. അതായത് ഇനിയും LDFും UDFും എന്ന് പറയുന്ന രണ്ട് മുന്നണികൾ മാത്രമല്ല, പകരം NDA എന്ന് പറയുന്ന ഒരു മുന്നണി കൂടി നമ്മുടെ കേരളത്തിൽ ശക്തമായിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ പല പഞ്ചായത്തുകളിലും ഒരുപക്ഷെ വിജയിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന പല പഞ്ചായത്തുകളിലാണെങ്കിലും പല കോർപ്പറേഷനുകളിലാണെങ്കിൽ പോലും അവർക്ക് പല ഡിവിഷനുകളിലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പം മൂന്നാമതൊരു മുന്നണിയുടെ സാന്നിധ്യമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ആ സാഹചര്യത്തിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാതിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു NDA, ഒരു മുന്നണി തന്നെയായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നു, അങ്ങനെ ലോക്സഭയിലേക്ക് ഒരു പ്രാതിനിധ്യം കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 8ഓളം മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ 11ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ BJP ഇവിടെ അല്ലെങ്കിൽ NDA സഖ്യം ഇവിടെ വേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സൂചന കൂടി ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വോട്ടേഴ്സ് തിരിച്ചറിഞ്ഞു തുടങ്ങണം. ഇനിയും ഇപ്പം വോട്ടിംഗ് പാറ്റേണുകളെ കുറിച്ച് നമുക്ക് ആലോചിച്ചു. എങ്ങനെയാണ് ഈ വോട്ടിംഗ് നിലയിലുണ്ടായ ഒരു മാറ്റം? ഇപ്പം CPM തോറ്റു എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. CPM തോറ്റു, പക്ഷേ CPM തോറ്റു നിൽക്കുന്ന ഇപ്പം കൊച്ചിൻ നമ്മൾ അവിടുത്തെ കോർപ്പറേഷൻ നമുക്ക് പരിശോധിക്കാം, കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് പരിശോധിക്കാം. ആ കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇതുവരെ ആർക്കും കേവല ഭൂരിപക്ഷമായിട്ടില്ല, അവിടെ കേവല ഭൂരിപക്ഷമേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മതേതര മുന്നണി നിലവിൽ വരണം. അതായത് തൊട്ടടുത്തുള്ള NDA ആണ്. ആ NDA ഒന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ CPMന് NDA ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സഖ്യം ചേരാം, അല്ലെങ്കിൽ UDFന് വേണമെന്നുണ്ടെങ്കിൽ NDA ആയിട്ട് സഖ്യം ചേരാം. അവിടെ സ്വതന്ത്രന്മാരെന്ന് പറയുന്ന ആരും ഇല്ല. അപ്പോൾ ആ വരുന്ന സാഹചര്യത്തിൽ ജനം എന്താണ്, കേരളത്തിലെ ജനം എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു രൂപീകരണം ചിലപ്പോൾ നമുക്ക് അവിടെ കാണേണ്ടി വരും. ഇത് കോഴിക്കോടെന്ന് മാത്രമല്ല ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു തൂക്ക് സഭകൾ ഉണ്ടാകാനുള്ള, തൂക്ക് ഭരണ സമിതികൾ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതായത് ഏകപക്ഷീയമായി ഒരു വിജയം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം എന്നാൽ അങ്ങനെയല്ല, ഒരു മൊത്തത്തിൽ നമ്മൾ സീറ്റ് നില പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ 152 എണ്ണമുള്ളതിനകത്ത് ഏകദേശം 78 എണ്ണത്തോളം നേട്ടം ഉണ്ടാക്കാൻ ഇവിടെ UDFന് സാധിച്ചു. ഇപ്പം അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് 7 എന്ന് പറയുന്ന ഈക്വലായിട്ട് ജില്ലാ പഞ്ചായത്തുകൾ ഷെയർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഗ്രാമപഞ്ചായത്തുകളാണെന്നുണ്ടെങ്കിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലും
454 മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ UDF കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായ നേട്ടം എന്ന് പറയാൻ. അതോടൊപ്പം തന്നെ 25 ഇടങ്ങളിൽ നമ്മൾ ആലോചിച്ച് വേണം, 25 ഗ്രാമപഞ്ചായത്തുകളിൽ ഏകദേശം 20 NDA നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം NDA ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ NDAയുടെ കയ്യിലേക്ക് എത്തുന്നു. അപ്പം ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ ഒരു കോർപ്പറേഷന്റെ ഭരണം അവർ പിടിച്ചെടുക്കും. നേരത്തെ ഒരു മുനിസിപ്പാലിറ്റി മാത്രമായിരുന്നു, പാലക്കാട് മാത്രമായിരുന്നു. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പലയിടങ്ങളിലും BJP ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ പോയതിൽ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ UDF-ലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന, പിന്നെ ചില പിണക്കങ്ങൾ കാരണം പിന്നീട് LDF-ലേക്ക് വന്ന, തുടർന്നിരുന്ന തൃശ്ശൂർ മേയറെ സംബന്ധിച്ചിടത്തോളം അങ്ങേര് LDF-മായി യാതൊരു തരത്തിലും കോഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം സുരേഷ് ഗോപിക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം അവിടെയുണ്ട്. അപ്പം ഇതിനെ ഒരു ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ നമ്മൾ സംഭവിക്കേണ്ട ഇത് വോട്ടിന്റെ ഒരു വലിയ സ്പ്ലിറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് VD സതീശന്റെ ഒരു തല ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് VD സതീശൻ VD സതീശൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുത്തെ മതേതര മുന്നണി എന്നുള്ള പേരിലാണെങ്കിലും SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും, അതായത് അതോടൊപ്പം എന്താ പറയുക വെൽഫെയർ പാർട്ടിയെയും എല്ലാം ഞങ്ങൾ ഒപ്പം നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ അതായത് വർഗീയ ശക്തികളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം മലബാർ മേഖലകൾ നമ്മൾ നോക്കിയുള്ളൂ, ഏകദേശം 25 വർഷക്കാലമായി, 25 വർഷത്തിന് മുകളിലായി ഒരു കാരണവശാലും UDF വിജയിക്കാതിരുന്ന ഒരു മേഖലയിലേക്കാണ് കോഴിക്കോട് നിൽക്കുന്നത്. അപ്പോൾ ആ കോഴിക്കോട് കോർപ്പറേഷനിൽ എങ്ങനെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ വടക്കൻ മേഖലകളിൽ മലബാർ മേഖലകളിൽ എങ്ങനെയാണ് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ ഈ UDF-ന് സാധിച്ചത്? തീർച്ചയായും ഈ പറയുന്ന മതരാഷ്ട്രവാദികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയൊക്കെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ്. അവരെയൊക്കെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വോട്ടിംഗ് സ്റ്റൈലാണ്. അതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് ഗുണകരമായി തീർന്നു എന്ന് വെച്ചാൽ UDF-ന് ഗുണകരമായി തീർന്നു. വളരെ സിമ്പിളാണ്. അത് VD സതീശന്റെ തല തന്നെയാണ്. ആ രീതിയിലേക്ക് ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരു വട്ടം കൂടി ഇവിടെ UDF-ന് ഒരു പരാജയം ഉണ്ടായാൽ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ഒരു വലിയ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അങ്ങനെ ഇവരെ ഒപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിനെ ഈ UDF കൃത്യമായി നേരിട്ടത്. അതിന്റെ റിസൾട്ടാണ് വന്നത്. അതിന്റെ എൻഡ് റിസൾട്ട് ഇങ്ങനെയാണ്. കാരണം വടക്കൻ മേഖല എന്ന് പരിഗണിച്ച് നോക്കൂ, എല്ലായിടത്തും മികച്ച നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വരെ പിടിക്കുന്ന തരത്തിലേക്ക് ആ ഒരു നീക്കം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശരിക്കും ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു സ്വാധീനം UDF-നെ വേണ്ട വിധത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. പിന്നെ എന്തുകൊണ്ട് NDA, നമ്മൾ പാലാ പോലെയുള്ള, കോട്ടയം പോലെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ എന്തുകൊണ്ടാണ് ഒരു വലിയ മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അത് ഹൈന്ദവ വോട്ടുകൾ മാത്രമാണ് ഇവിടേക്ക് വന്നു വീണത്? അല്ല. പലയിടങ്ങളിലും ഈ പറയുന്ന UDF-കാർ ശ്രമിച്ചത് ഈ വോട്ടുകൾ, അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ മുസ്ലിങ്ങളുടെ വോട്ടുകളാണ് UDF ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ, ഇവിടെ BJP ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ വോട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു. നമുക്കറിയാം, ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്തെല്ലാം നയപരിപാടികളുമായിട്ട് പോയി. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുനമ്പ സമരം തന്നെ നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള സമരങ്ങളിൽ പോലും ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെ തങ്ങളിലേക്ക് എത്തിക്കാമെന്നായിരുന്നു BJP ആസൂത്രണം ചെയ്ത ഏറ്റവും വലിയൊരു പദ്ധതി. നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും വിഴിഞ്ഞം തുടങ്ങിയ മേഖലകളിൽ അടക്കമുള്ള ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാനും ഈ പറയുന്ന BJP-ക്ക് സാധിച്ചു. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ BJP-ക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇടത് പാളയത്തിലും വിള്ളൽ വീഴുന്നുണ്ട്. ഈ പറയുന്ന ക്രിസ്ത്യൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന UDF-ന്റെ പാളയത്തിലും വിള്ളൽ വീഴുന്നുണ്ട്. ഈ രണ്ടിൽ നിന്നും എടുത്ത വോട്ടുകളിലൂടെയാണ് ഇവിടെ BJP വളരുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ പാടെ ഇങ്ങോട്ടേക്ക് മറിക്കുന്നു. ഇതിലേക്ക് വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, CPM-ലേക്ക് വരുന്ന ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ അവിടേക്ക് മറിയുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ ഒരു രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സ്പ്ലിറ്റിങ്ങുകൾ നാനാഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ വേണം നമ്മൾ എത്തിച്ചേരാൻ.
എന്നാൽ ഇത് പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണി കൃത്യമായി ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് CPM മാത്രമല്ല UDF ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിജയത്തിന്റെ പുറകിൽ മറന്നു പോകരുത്. കാരണം എന്താണെന്ന് ഇപ്പം LDF സംബന്ധിച്ചിടത്തോളം LDF കൃത്യമായി ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അതായത് ഒരു പക്ഷം പിടിക്കാൻ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. എവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായും. ഇത് ഒന്നും ചെയ്തില്ലല്ലോ ഇനി പോരും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു CPM-നെ അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം. കൂടുതലായിപ്പോയി. കാര്യം ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ പോരും. കാര്യം എന്താണ്, ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ അപ്പാടെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും, സ്കൂളുകളായിക്കോട്ടെ, പിന്നെ കോളേജുകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആശുപത്രികളായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഇത് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പതനത്തിലേക്ക്, വലിയ പതനം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും ഒരു പതനത്തിലേക്ക് LDF മാറിയതിന്റെ കാരണം എന്താണ്? ഇതൊരു വലിയ ചോദ്യമായി LDF ചോദിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം. അല്ലാതെ വോട്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വോട്ടർമാരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം, പിന്നെ ഞങ്ങൾ കൊടുത്ത ആനുകൂല്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തിട്ട് ഞങ്ങളെ വഞ്ചിച്ചില്ലേ എന്ന് പറയുന്ന ആ ഒരു ചോദ്യമല്ല വേണ്ടത്. ശരിക്കും അവിടെ വേണ്ടത് എന്തുകൊണ്ട് നമുക്കിത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രാദേശിക കേന്ദ്രങ്ങൾ, ഈ പ്രാദേശിക വോട്ടുകളാണല്ലോ എപ്പോഴും ഇതിനെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴ ഉണ്ടായേക്കാം. കാര്യം ചില സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ചിലപ്പോൾ 3 തവണ വിജയിച്ചിട്ടുണ്ടായിരിക്കാം, അപ്പം അല്ലെങ്കിൽ 2 തവണ വിജയിച്ചിട്ടുണ്ടാകാം. വീണ്ടും ആ സ്ഥാനാർത്ഥിയെ നമ്മൾ അവിടെ പരീക്ഷിക്കുകയാണ്. വീണ്ടും അതേ സ്ഥലത്ത് ആ വാർഡിലോ ആ ഡിവിഷനിലോ നമ്മൾ പരിഗണിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 വർഷം കൊണ്ടുള്ള ആ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തെ നമ്മൾ അസസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ 2 തവണയായി അദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരിക്കാം, കാര്യം ശരിയാ. പക്ഷേ 3-ാം തവണ ജനങ്ങൾക്ക് ഇയാളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊരു ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഒരു സാധാരണക്കാരെ വെച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ റോഡായിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ഡിസ്പെൻസറികളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ വീടിന്റെ സൗകര്യം, അങ്ങനെയുള്ള അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി, അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും അവർക്ക് പ്രധാനം. അപ്പൊ അവര് നോക്കുമ്പം ഇപ്പൊ പലയിടത്തും എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിപ്രഭാവം ഭയങ്കര വലുതാണ്. പാർട്ടിയെക്കാളും കൂടുതലും വ്യക്തിപ്രഭാവം ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്നെ പാർട്ടി നോക്കാതെ സഹായിക്കുന്ന ഒരാളാണ് ഇലക്ഷന് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ എനിക്ക് എന്റെ പാർട്ടി നോക്കണ്ട, എനിക്ക് ആ വ്യക്തി എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഒരാളാണ്. അപ്പം ആ ആള് വന്നാൽ ഇനിയും എന്തെങ്കിലും ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് ഗുണം ചെയ്യണമെങ്കിൽ ആ ആള് തന്നെ വേണം. അപ്പൊ ഞാൻ ആ ആൾക്കേ കുത്തുള്ളൂ. അതാണ് ഒരു വ്യക്തിപ്രഭാവം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഇപ്പം LDF നമ്മൾ പെൻഷൻ കൊണ്ടുവന്നു, ആശുപത്രികളിൽ സൗകര്യം കൂട്ടി, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ഏരിയയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നമ്മൾ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ എന്തെങ്കിലും മുൻപ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ജയം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ വോട്ട് അവിടെ വീഴുള്ളൂ. അത് തന്നെയാണ് കാരണം. എനിക്കറിയാവുന്ന 1-2 കുടുംബങ്ങൾ അങ്ങനെ തന്നെയാണ്. അവർ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള കുടുംബങ്ങൾ. അതേസമയം അവിടെ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തിട്ടില്ല. അവർ കൃത്യമായി തുറന്നു പറഞ്ഞു, നമ്മളോടൊക്കെ തുറന്നു പറഞ്ഞു, ഞങ്ങൾ ചെയ്തിട്ടില്ല അവർക്ക് വോട്ട്, ആ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഇടതുപക്ഷ ആൾക്കാരാണ്, പാർട്ടിയുടെ ലെവി കൊടുക്കുന്ന മെമ്പർമാരാണ്. അവരെന്നിട്ട് അവർ വോട്ട് മാറിക്കുത്തി. എന്താ കാരണം? സ്ഥാനാർത്ഥി മോശം. അപ്പം സ്ഥാനാർത്ഥി ചിലപ്പോൾ 1-2 തവണ മത്സരിച്ചിട്ടുണ്ടാവാം, നല്ല സ്ഥാനാർത്ഥി ആയിരുന്നു. അതെ അതെ അതെ. അപ്പൊ ആ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 1-2 തവണ മത്സരിച്ചു, 2 തവണ 10 വർഷമായിട്ട് ഒരിടത്ത് ഇരിക്കുന്നു. ആ 10 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എവിടെ വികസിച്ചു എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. ഇപ്പൊ സീപോരും എന്താണ് അടിസ്ഥാന സൗകര്യം? ഒരാളുടെ പിന്നെ വീടിന് അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന പഞ്ചായത്തിലെ അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ ഈ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പ്രാദേശിക ഘടകങ്ങൾ തീരുമാനിക്കണമായിരുന്നേ. പ്രാദേശികമായി ഇപ്പോൾ ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ ലോക്കൽ കമ്മിറ്റികൾ ഒരാളെ നിർത്തുന്ന സമയത്ത് കൃത്യമായി അസസ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അതിനുശേഷമൊക്കെയാണ് ഈ പറയുന്ന മതപരമായ ഒരു എന്താ പറയുക ഒരു സ്പ്ലിറ്റ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ഈ CPM അല്ലെങ്കിൽ പന്തളം നഗരസഭ എടുത്തു നോക്ക്. കാരണം BJP-യുടെ കയ്യിലിരുന്നാണ്. കാരണം അത് അന്ന് ഭരണം കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ശബരിമല സ്ത്രീ വിഷയമൊക്കെ കത്തിക്കേറി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ അന്നത്തെ ഇതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പൊ BJP വലിയ മുന്നേറ്റം. കാരണം പക്ഷെ അന്ന് തൊട്ടേ കുറേ പ്രശ്നങ്ങൾ, അതായത് പന്തളം നഗരസഭ പിന്നീട് അങ്ങ് വാർത്തകളിൽ അങ്ങ് നിറഞ്ഞ കുറെ സമയങ്ങളുണ്ടായിരുന്നു. കുറെ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ നഗരസഭയിൽ പിന്നീട് നടന്നു. മോശം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല, എങ്കിലും വാർത്തകളിൽ വെറുതെ കുറെ ഇഷ്യൂസ് വരുന്ന രീതിയിലുള്ള ഭരണം നടത്തി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പം ജനങ്ങൾ നോക്കിയപ്പം അവര് എങ്ങനെ കണ്ടേ മതപരമായുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു, വ്യക്തിപ്രഭാവത്തിലോട്ടും പോയി. അവര് മാറി ചിന്തിച്ചു. അവിടെ ഈ ഒരു സ്പ്ലിറ്റൻസ് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല, മാറി ചിന്തിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, ശബരിമല ചർച്ചയിൽ വരില്ല. ശബരിമല ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ശബരിമലയിൽ നിങ്ങൾ സ്വർണം കൊണ്ട് കൊടുത്തോ അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം നിങ്ങൾ മോഷ്ടിച്ചു കൊടുത്തോ എന്ന് ഒരു പാർട്ടി പ്രവർത്തകനോട് ഒരാളും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഒരിടത്തും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയിൽ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ചാനലുകളിൽ നടക്കുന്ന ചില സംവാദങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന തെരുവ് സംവാദങ്ങളിൽ മാത്രമായി ആ ചർച്ചകൾ ഒതുങ്ങിപ്പോയി എന്നതിനപ്പുറത്തേക്ക് പലയിടത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഒരു നാട്ടിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ചിട്ടാണ്. വേണ്ട മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി, റോഡ് സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടി, ഇനി അതല്ല ആ വീട്ടുകാർക്ക് വീട്ടിലേക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി, വീട്ടിലേക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിക്കും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അത് തന്നെയാണ്. ഈ ഒരു പാറ്റേൺ അല്ല ശരിക്കും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് മൊത്തം പൊളിറ്റിക്സ് ആണ്. അവിടെ പക്ക രാഷ്ട്രീയമാണ്. അവിടെ അല്ലാതെ ആ സ്ഥാനാർത്ഥി മോശമാണെന്നോ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി എനിക്ക് വേണ്ടി എന്ത് ചെയ്തില്ല എന്ന് ഒരാളും ചിന്തിക്കില്ല. കാര്യം ഇപ്പോൾ കുറച്ച് വീടുകൾ അല്ലെങ്കിൽ 10-100 വീടുകൾ ചേർന്നിട്ട് വരുന്ന ഒരു വാർഡ്, ഈ വാർഡിനുള്ളിൽ ഈ 100 വീട്ടുകാർക്കും അറിയാവുന്ന പൊതുസമ്മതനായ ഒരു വ്യക്തിയായിരിക്കും അവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ. ഈ വാർഡ് മെമ്പർക്ക് ഈ പറയുന്ന 100 വീടുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അതിൽ എത്ര 1000 വോട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ ആ 1000 വോട്ടർമാരോട് കണക്ഷൻ ഉള്ള ഒരാളായിരിക്കും ആ മെമ്പർ. അപ്പോൾ പറയും അയാൾ കഴിഞ്ഞ വേണം എനിക്കെന്തോ ചെയ്ത് എന്നുള്ള സ്വാഭാവിക ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് മതിയായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വേണമായിരുന്നു LDF സ്ഥാനാർത്ഥി നിർണയം നടത്താൻ. എന്നാൽ UDF അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന UDF ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനി എന്താ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു പരീക്ഷണത്തിനാണ് ഇപ്പൊ നിന്നേക്കുന്നത്. നോക്കാം, അവിടെ നിന്ന് കിട്ടിയില്ല ഇവിടുന്ന് കിട്ടാം. അതൊരു ഈ പറയുന്ന പോലെ അത് ഒരു പാർട്ടിയും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുന്ന് കിട്ടിയില്ല ഇവിടുന്ന് കിട്ടാം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ശരിക്കും UDFന്റെ നേതൃത്വം വലുതായിട്ട് അങ്ങ് ഞെളിയേണ്ട ആവശ്യമില്ല. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വലിയ സംഭവമായി, ഞങ്ങൾ ഇനിയിപ്പം ഈസി വാക്ക് ഓവർ ആയിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ധാരണയെ UDFന് വേണ്ട. ഇവിടെ പൊളിറ്റിക്സ് ഒരു 25%-ഉം 75% വരുന്നത് അവിടുത്തെ വ്യക്തിപ്രഭാവമാണ്. ഇത് രണ്ടുമാണ്. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും എന്ത് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വിധിയെഴുത്താണ്. അത്രയേ ഉള്ളൂ. അല്ല ഇതിനപ്പുറത്ത് വേറൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രാധാന്യം ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചർച്ചയ്ക്ക് പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. നമ്മൾ നടത്തുന്ന ചർച്ചകൾക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റെലവൻസ് ഉണ്ട്. പക്ഷെ ഇതിനകത്തില്ല. ശരിക്കും തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പല ആൾക്കാരെയും ഈ പറഞ്ഞ 2-3 തവണയൊക്കെ മത്സരിച്ച് വിജയിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നീട് തോൽക്കുന്നു. അപ്പം CPM-നേറ്റ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം ഇടതുപക്ഷത്തിനെതിരായി കത്തിക്കാൻ പറ്റിയ സാധനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനപരമായ യാതൊരു കാരണങ്ങളും ഇല്ല. അവസാനം അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ച കാര്യങ്ങൾ അങ്ങോട്ട് ജനങ്ങൾ മതിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ചില ഘടകങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇതിൽ UDF ആണെങ്കിൽ തന്നെ LDF ആണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന് പറയും. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് BJP മുന്നേറ്റം ഉണ്ടാക്കിയത്? BJP ഈ പറയുന്ന ക്രിസ്തീയ വോട്ടുകൾ BJPയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതപരമായ ഒരു റീസൺ ഒരിടത്ത് നിൽപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആൾക്കാരും ഈ പറയുന്ന ഇടതിനെയും വലതിനെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി BJP അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരിടത്തേക്ക് ഒരു BJP സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാനായിട്ട് ചെല്ലുന്നു. വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് സാധാരണഗതിയിൽ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഇടതുപക്ഷക്കാരൻ എന്താ പറയേണ്ടത്? ശരി, ഞാൻ ചെയ്തേക്കാം. ഇത് മാത്രമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ്. പക്ഷെ അങ്ങനെയല്ല. ആ ഇടതുപക്ഷക്കാരൻ അവരോട് ആക്രോശിക്കാൻ പാടില്ല. അവർ ആക്രോശിക്കുമ്പോൾ നിങ്ങളെ മറ്റേ ആളാണ്, നിങ്ങൾ മറ്റേ തീവ്രവാദിയാണ്, മറ്റേ മറിച്ചാണെന്ന് കൊണ്ട് നമ്മൾ ഒരു CPM-കാരൻ അവരോട് ആക്രോശിക്കുമ്പോൾ ചുറ്റുവട്ടത്തിലേക്ക് ഒരു 10 വീട്ടുകാരും ഇവരെ കാണും. അല്ലെങ്കിൽ അവർ കയറി ഇറങ്ങുന്ന ഓരോ വീടുകളിലും പറയും,
ഓരോ വീടുകളിലും പറയുമ്പോൾ CPM-കാരുടെ മൊത്തത്തിലുള്ള ഒരു ഇതാണ്, നമ്മൾ കയ്യെ രാഖി കെട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മളെ തീവ്രവാദിയാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഒരു ഫെയിം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു സഹതാപ തരംഗത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നിഷ്പക്ഷമതികളായ കുറേയധികം വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ BJP നേതാക്കൾക്ക് കഴിയും, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി കഴിയും. അങ്ങനെ പലയിടങ്ങളിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു മികച്ച മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ഈ പറയുന്ന ഒരു ഇലക്ഷൻ പാറ്റേണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇനിയും കൂടുതൽ കടമ്പകളുണ്ട്. അതായത് UDFന് ഇനിയിപ്പോൾ ഒരു ഈസി വാക്കോറൊന്നുമല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാവണം. അതാണ് LDF ചെയ്യേണ്ടത്. എങ്ങനെ എന്ത് സംഭവിച്ചു, എങ്ങനെ ഈ രീതിയിലൊരു തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു തിരിച്ചടി, കാര്യം വികസന പ്രവർത്തനങ്ങൾ ഇത്ര നടത്തിയെങ്കിലും എന്തുകൊണ്ട് നമുക്കൊരു തിരിച്ചടി നേരിട്ടു എന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും പഠിക്കാനും, വെറുതെ പെരിഫറലായിട്ട് ഒരു എന്താ പറയുക ഒരു ഉപരിപ്ലവമായി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് അടിസ്ഥാനപരമായി, അതായത് ലോക്കൽ കമ്മിറ്റികൾ മുതൽ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ ഇത് LDFന് തിരിച്ചടിയായി മാറും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച വരുന്നില്ല എന്നുണ്ടെങ്കിലാണ്, എപ്പോഴും അടിസ്ഥാന ചർച്ചകളാണല്ലോ LDF എന്ന് പറയുന്ന അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഈ ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള ചർച്ചകൾ തന്നെയാണ്. അത്തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ് ഉരുത്തിരിഞ്ഞു വരേണ്ടത്. അത്തരം കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കപ്പെടേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിക്കൊള്ളട്ടെ ഇനിയുള്ള കാലം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ UDFും പിന്നെ ഒരു NDAയും കൂടെ ചേർന്നിട്ടുള്ള ചിലപ്പോൾ ഒരു കൂട്ടുമന്ത്രിസഭ തന്നെ നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്.